ഹലോ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ്ങിലെ പ്രോമിസറി നോട്ടാണ്. നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്കി പഠിച്ചായിരുന്നല്ലോ അല്ലെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ. ബാങ്കിങ്ങിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം എന്തായിരിക്കണം ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, അതിന്റെ വർഷം ഏതാണ്, ആ നിയമം പാസ്സായ വർഷം എന്നു മുതലാണ് അത് പ്രാബല്യത്തിൽ വന്നത്, അതുപോലെ തന്നെ ആക്ടിലെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ NI ആക്ട് പ്രകാരം 3 ഇൻസ്ട്രുമെന്റ്സിനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. മൂന്ന് കാര്യങ്ങൾ. അതായത് NI ആക്ടിലെ വകുപ്പ് 13 പ്രകാരം പറയുന്നുണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ്. അപ്പം നമ്മളൊന്ന് കൊണ്ട് പറഞ്ഞായിരുന്നു 4, 5, 6 അല്ലേ, ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 4, 5, 6 456. ദാറ്റ് മീൻസ് PBC. നമ്മൾ PVC പൈപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ PBC എന്ന് ഓർത്തേക്കുക. 4, 5, 6. കാരണം ഈ 3 ഇൻസ്ട്രുമെന്റ് ആണ് സെക്ഷൻ 13 പ്രകാരം NI ആക്ടിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. P ഫോർ പ്രൊമിസറി നോട്ട്, B ഫോർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് C ഫോർ ചെക്ക്. ഓക്കെ, നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു കാര്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് NI ആക്ടിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ പ്രൊമിസറി നോട്ട് പഠിക്കാം. അപ്പൊ ഈ പ്രൊമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഏകദേശം ഒരുപോലെ ഇരിക്കും സംഭവം. അപ്പൊ അതിന്റെ ആ ഒരു അർത്ഥം മനസ്സിലാക്കി തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. എന്താണ് പ്രൊമിസറി നോട്ട്, എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. പിന്നെ ഇതിൽ നിന്നും എൻ്റർലി ഡിഫറെന്റ് ആണ് ചെക്ക് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. അപ്പൊ നമുക്ക് നോക്കാം പ്രൊമിസറി നോട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഓർക്കുക, സെക്ഷൻ 13 പ്രകാരം എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ അകത്ത് ഉൾപ്പെടുന്നത് 3 ഇൻസ്ട്രുമെന്റുകളാണ്. അത് പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ എപ്പോഴും ഓർക്കുക, ഇവിടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് NI ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നില്ല. അതിൽ ഉൾപ്പെടുന്നത് ഈ 3 കാര്യങ്ങളാണ് അല്ലെ. 3 ഇൻസ്ട്രുമെന്റ് ആണ്. പ്രൊമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്കുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം പ്രൊമിസറി നോട്ട് അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഇവിടെ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നാണ് പ്രൊമിസറി നോട്ട് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 4 ഓർത്ത് വെച്ചേക്കുക. എവിടെയാണ് സെക്ഷൻ 4? 456 PBC അതിലെ സെക്ഷൻ 4 പ്രൊമിസറി നോട്ടിനെ കുറിച്ച് പറയുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. സെക്ഷൻ 4 PN. ആ പോയിന്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ ഒപ്പം നോട്ട് ചെയ്യുക. അല്ല, ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 4 എന്നൊന്നും വിശദമായിട്ടൊന്നും നമ്മൾ ഷോർട്ട് നോട്ട് ചെയ്തിട്ടുണ്ട. സെക്ഷൻ 4 എന്ന് മാത്രം കാണിക്കുക PN കൊടുത്തിട്ട്. ഇവിടെ നോക്കാം എങ്ങനെയാണ് ഇവരിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. നോക്കിയേ, ആസ് പെർ സെക്ഷൻ 4 ഓഫ് NI ആക്ട് എ പ്രൊമിസറി നോട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. ഇപ്പൊ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കുക, ഇതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. എങ്ങനെ? ഇൻ റൈറ്റിംഗ്. ഇപ്പൊ പ്രൊമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി ഉണ്ടാക്കിയതാണ്. ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇൻ റൈറ്റിംഗ്. അതിൽ എന്താണ് ഉൾപ്പെടുന്നത് നോക്കിയേ, കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ഓർ പ്രോമിസ്. അപ്പൊ ആദ്യം പറയുന്നുണ്ട് NI ആക്ടിലെ സെക്ഷൻ 4 പ്രകാരം പറയുന്നുണ്ട് പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് ആണ്, എഴുതി തയ്യാറാക്കിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. രണ്ടാമത് പറയുന്നുണ്ട് അതിൽ എന്താണ് എന്താണ് നമ്മൾ എഴുതി തയ്യാറാക്കിയെന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ഓർ പ്രോമിസ്. ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിങ്ങോ അല്ലെങ്കിൽ പ്രോമിസോ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ സൈൻഡ് ബൈ ദ മേക്കർ. ഇത് മേക്ക് ചെയ്യുന്നയാള് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൊരു സൈൻ ചെയ്യുന്നുണ്ട്. സൈൻഡ് ബൈ ദ മേക്കർ. അതിനകത്ത് എന്താ? ടു പേ എ സർട്ടൻ സം ഓഫ് മണി. അതായത് ഒരു നിശ്ചിത തുക അല്ലെ, ഓൺലി ടു ഓർ ടു ദ ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ ഓർ ടു ദ ബിയറർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. അതായത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം മറ്റൊരാൾക്കോ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ പണം കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് ആണ് പ്രൊമിസറി നോട്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. വീണ്ടും പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ റിട്ടൺ എഗ്രിമെന്റ് സൈൻഡ് ബൈ ദ ഡ്രോയർ വിത്ത് എ പ്രോമിസ് ടു പേ ദ മണി ഓൺ എ സ്പെസിഫിക് ഡേറ്റ് ഓർ വെൻ എവർ ഡിമാൻഡ്. ഇവിടെ എത്രയൊന്നുമില്ല, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് നോക്കാം. നോക്കി, ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ തന്നെ വിഷ്ണു എന്ന് പറയുന്ന ഒരാള്, അത് ഞാനാണ് കേട്ടോ, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു രാഹുൽ എന്ന് പറയുന്ന ഒരു ട്രേഡറാണെന്ന് വെച്ചു. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു ട്രേഡറാണ്. ഈ ട്രേഡറിന്റെ കടയിൽ നിന്ന് ഒരു 50,000 രൂപയുടെ, വിഷ്ണു എന്ന് പറയുന്ന ഞാൻ, രാഹുൽ ഒരു ട്രേഡറാണ്, 50,000 രൂപയുടെ പ്രോഡക്റ്റ് ഓൺ ക്രെഡിറ്റിൽ മേടിച്ചു. 50,000 രൂപയുടെ പ്രോഡക്റ്റ് അക്രെഡിറ്റിൽ മേടിച്ചു. കടത്തിൽ വാങ്ങിയേ, കടത്തിൽ
വാങ്ങി. ക്ലിയർ ആണ്? നമുക്ക് മനസ്സിലാക്കുക. ഞാൻ എന്ത് ചെയ്യുകയാണ്, വിഷ്ണു എന്ന് പറഞ്ഞ ഞാൻ രാഹുൽ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു 50,000 രൂപയുടെ പ്രോഡക്റ്റ് ഓൺ ക്രെഡിറ്റിൽ വാങ്ങിച്ചു. അങ്ങനെ ക്രെഡിറ്റിൽ മേടിച്ചു കഴിയുമ്പോൾ ഇവിടെ ഞാൻ ആരാണ്? ഞാൻ ഡെപ്റ്ററാണ് അല്ലെ? ഞാൻ ഡെപ്റ്ററാണ്, രാഹുൽ ക്രെഡിറ്റർ ആണ് അല്ലേ? ശരിയല്ലേ? കാരണം ഞാൻ രാഹുലിന് പൈസ കൊടുക്കാനുണ്ട്, രാഹുൽ എൻ്റെ ക്രെഡിറ്ററാണ്, എന്നിൽ നിന്നും രാഹുലിന് പൈസ കിട്ടാനുണ്ട്. സോ ഞാൻ ഡെപ്റ്ററാണ്, ഞാൻ പൈസ കൊടുക്കാനുള്ള വ്യക്തിയാണ് അല്ലേ? ശരിയല്ലേ? ഞാൻ പൈസ കൊടുക്കാനുണ്ട്. ഇപ്പൊ ഓർത്ത് വെച്ചേക്ക്, ഇവിടെ ഞാൻ പ്രോഡക്റ്റ് കടത്തിന് മേടിച്ചു, ഞാൻ ഇവിടെ ഡെപ്റ്ററാണ്, രാഹുൽ അവിടെ ക്രെഡിറ്റർ ആണെന്ന് ഓർത്ത് വെച്ചേക്ക്. ഞാൻ ഡെപ്റ്ററാണ്, രാഹുൽ ക്രെഡിറ്ററാണ്, പ്രോഡക്റ്റ് ഞാൻ ഓൺ ക്രെഡിറ്റ് കടത്തിൽ വാങ്ങി. പിന്നെ മനസ്സിലാക്കുന്ന കാര്യം, ഇവിടെ ഞാനൊരു പ്രൊമിസറി നോട്ട് എഴുതി കൊടുക്കുകയാണ്. ഞാൻ പ്രൊമിസറി നോട്ട് എഴുതി ഞാൻ രാഹുലിന് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത് അല്ലേ? എനിക്ക് ആ ഒരു ഡെഫിനേഷനിൽ പ്രൊമിസറി നോട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. അപ്പൊ അത് തന്നെ മനസ്സിലാക്കുക, അത് റൈറ്റിംഗിലായിരിക്കും. അപ്പം ഇങ്ങനെ ആയിരിക്കും ഒരു പ്രൊമിസറി നോട്ടിന്റെ ഒരു ഇത് വരിക കേട്ടോ. ഓക്കെ, ഇതൊരു ഫോർമാറ്റ് നോക്കാം. എന്നിട്ട് ഇങ്ങനെയാണ്, ഐ പ്രോമിസ് ടു പേ. വിഷ്ണു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോമിസ് ചെയ്യാണ്. ഐ പ്രോമിസ് ടു പേ എന്താണ്? എ സർട്ടൻ സം ഓഫ് മണി. ഓക്കെ, 50,000 എന്ന് വെച്ചു, അല്ല 51,000, ഇൻട്രസ്റ്റ് കൂടി 51,000 എന്ന് വെച്ചു. ഐ പ്രോമിസ് ടു പേ 51,000 ടു രാഹുൽ ഓർ ഹിസ് ഓർഡർ ഓർ ദി ബിൽ ബെയർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഞാൻ രാഹുലിനോട് പറയാണ്, രാഹുലെ, ഞാൻ ഈ 51,000 രൂപ നിനക്കോ നീ പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ തരാം കേട്ടോ. ഞാൻ പൈസ തരാം എന്ന് പറയുന്ന ഒരു പ്രോമിസ് നൽകുകയല്ലേ. ഡെപ്റ്ററായ ഞാൻ ഇവിടെ ക്രെഡിറ്ററായ രാഹുലിന് ഒരു പ്രോമിസ് നൽകുകയാണ്, എഴുതി കൊടുക്കുകയാണ്. ഞാൻ നിനക്കോ നീ പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ ഇത് ഇൻസ്ട്രുമെന്റ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ ഞാൻ പൈസ തന്നുകൊള്ളാമെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ഒരു പ്രോമിസ് വെക്കുകയാണ്, ഒരു പ്രോമിസ് എഴുതി കൊടുക്കുകയാണ്. ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പ്രോമിസ്. മറ്റ് കണ്ടീഷൻസ് ഒന്നുമില്ല. ഞാൻ പറയുന്നുണ്ട്, ഇത്ര നാൾ കഴിയുമ്പോൾ, ഒരു 3 മാസം കഴിയുമ്പോൾ ഞാൻ പൈസ തന്നേക്കാവേ, ഞാൻ നിനക്ക് പണം തന്നുകൊള്ളാം, ഞാൻ നിനക്ക് പണം തന്നുകൊള്ളാം എന്ന് പറയുന്ന ഒരു പ്രോമിസ് എഴുതി കൊടുക്കുകയാണ്. ഇതാണ് പ്രോമിസറി നോട്ട്. പറയുന്നുണ്ട് എന്താണ്? ഫസ്റ്റ് പറയുന്നുണ്ട് ഇൻ റൈറ്റിംഗ്. ഇത് എഴുതി കൊടുക്കണം, വാക്കാൽ പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ അടുത്ത ആഴ്ച തന്നേക്കാം കേട്ടോ, അടുത്ത മാസം തന്നേക്കാം, അങ്ങനെ വാക്കാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഇത് എഴുതി തന്നെ കൊടുക്കണം. അവിടെ വേറെ കണ്ടീഷൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു കണ്ടീഷനില്ല, ഞാൻ നിനക്ക് പൈസ തന്നോളാം, അത്രയും കാര്യങ്ങൾ കാണിച്ചാൽ മതി. ഞാൻ നിനക്ക് പൈസ തരാം എന്നുള്ള ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു അണ്ടർടേക്കിംഗ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ പാർട്ടീസ് പറയുന്നുണ്ട്. നോക്കിയേ, മേക്കർ, ഡെപ്റ്റർ, പ്രോമിസർ ഓർ ഡ്രോയർ. ഫസ്റ്റ് പാർട്ടിയാണ് വൺ ഹൂ മേക്സ് ഓർ എക്സിക്യൂട്ട് എ പ്രൊമിസറി നോട്ട് ആൻഡ് പേസ് ദ എമൗണ്ട് തരുന്നത്. അതായത് ഇത് ആരാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് മേക്ക് ചെയ്യുന്ന ആരാണോ അല്ലെങ്കിൽ പ്രോമിസ് നൽകുന്ന ആരാണോ അല്ലെങ്കിൽ പണം നൽകുന്നത് ആരാണോ അവരെയാണ് നമ്മൾ നോക്കിയ, അവനെ മേക്കർ എന്നറിയപ്പെടും, അവനാണ് ഡെപ്റ്റർ, അവൻ തന്നെയാണ് പ്രോമിസർ, അവൻ തന്നെയാണ് ഡ്രോവർ. ഇതെല്ലാം ഞാൻ തന്നെയല്ലേ. ഞാൻ രാഹുലിന് പൈസ കൊടുക്കാനുണ്ട്, അപ്പൊ വിഷ്ണു ഞാൻ ഡെപ്റ്റർ അല്ലേ, ഞാനല്ലേ ഈ പ്രൊമിസറി നോട്ട് എഴുതി ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എന്നെ മേക്കർ എന്ന് പറഞ്ഞൂടെ? ഞാൻ ഓരോ ഡെപ്റ്റർ അല്ലേ, അതിൽ പ്രോമിസ് നൽകുന്ന ഞാനല്ലേ, അതുകൊണ്ട് തന്നെ പ്രോമിസർ എന്ന് പറഞ്ഞൂടെ? ഇത് എഴുതി തയ്യാറാക്കുന്ന ഞാനല്ലേ, അപ്പൊ ഇതിന്റെ ഡ്രോയർ എന്ന് തന്നെ പറഞ്ഞൂടെ? നോക്കിയേ, ആ ഫസ്റ്റ് പാർട്ടി, ആ ഡെപ്റ്ററിന്റെ പല പേരാണ് മേക്കർ, ഡെപ്റ്റർ, പ്രോമിസർ, ഡ്രോവർ. One who makes or execute a promissory note and pays the amount there. അതായത് എന്ത് ചെയ്യുകയാണ്? വൺ ഹു മേക്സ് ഓർ എക്സിക്യൂട്ട് എ പ്രൊമിസറി നോട്ട്, ഒരു പ്രൊമിസറി നോട്ട് മേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അത് എഴുതി തയ്യാറാക്കുന്ന വ്യക്തി, അതോടൊപ്പം തന്നെ ആ വ്യക്തി തന്നെയായിരിക്കും അതിന്മേൽ പൈസ നൽകുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി രണ്ടാമത്തെ രാഹുലിനെ നോക്കാം. രാഹുൽ ഇവിടെ ഏതൊക്കെയാണ് രാഹുലിന് വരുന്ന ആ ഒരു സ്റ്റാറ്റസ്? രാഹുൽ ഇവിടെ ക്രെഡിറ്റർ അല്ലേ, അതുപോലെ തന്നെ രാഹുൽ പ്രോമിസി അല്ലേ. ഞാൻ രാഹുലിന് പ്രോമിസ് നൽകുമ്പോൾ ഞാൻ പ്രോമിസറും, പ്രോമിസ് ലഭിക്കുന്ന ആളെ പ്രോമിസി എന്നും പറയും. അതുപോലെ തന്നെ ഇതിന്മേൽ പണം കിട്ടുന്നതും രാഹുലിനല്ലേ, അതുകൊണ്ട് രാഹുലിനെ പേ എന്നും പറഞ്ഞൂടെ? ക്ലിയർ ആയോ? ഇപ്പൊ മേക്കർ, ഡെപ്റ്റർ, പ്രോമിസർ ഓർ ഡ്രോയർ, അതാണ് ഫസ്റ്റ് ആള് വരുന്നത്, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തി. പിന്നെ രണ്ടാമത്തെ ആളെ ക്രെഡിറ്ററിനും പ്രോമിസിന്നും പേയിന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. ഇപ്പൊ 2 പാർട്ടീസുമായി. ശരിയല്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? പ്രൊമിസറി നോട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബില്ല് വരുമ്പോഴാണ് ഇച്ചിരി കൺഫ്യൂഷൻ വരിക. പ്രൊമിസറി നോട്ട് ഒന്നുമില്ല, പ്രോമിസ് നൽകുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ചില സവിശേഷതകൾ നോക്കാം. ഒന്നാമത് പറയാണ്, പ്രിന്റഡ് ഓർ റിട്ടൺ എഗ്രിമെന്റ്. എ പ്രൊമിസറി നോട്ട് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് ഓറൽ പ്രോമിസ് ടു പേ മണി ഈസ് നോട്ട് അക്സെപ്റ്റഡ്. പ്രൊമിസറി നോട്ട് എന്താണ് പറയുക? നമ്മൾ എഴുതി തന്നെ നൽകണം. ശരിയല്ലേ? അല്ലാതെ വാഗുകൊണ്ട് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പൈസ തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ അത് പ്രൊമിസറി നോട്ട് ആവില്ല. കാരണം ഇതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഒന്നാമത്തെ അതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് മസ്റ്റ് ബി പ്രിന്റഡ് ഓർ റിട്ടൺ. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ റിട്ടൺ എഴുതിയാലും കൊടുക്കാം. ഇപ്പൊ പ്രിന്റഡ് ഓർ റിട്ടൺ എഗ്രിമെന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക.
രണ്ടാമത്തെ പറയുന്നത് പേ ഡിഫൈൻഡ് എമൗണ്ട്, എത്രയാണ് തുക എന്ന് ആ പ്രോമിസറി നോട്ടിൽ നമ്മൾ കാണിച്ചിരിക്കണം. പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ പ്രോമിസ് ടു പേ ദ മണി ഓൺ എ പർട്ടിക്കുലർ ടൈം ഓർ വെൻ ഹി ഡിമാൻഡ്. നമുക്ക് രണ്ട് രീതിയിൽ പ്രോമിസറി നോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തെ ഒരു നിശ്ചിത സമയത്തിന് ശേഷം അല്ലെങ്കിൽ നിശ്ചിത ഡേറ്റിൽ തരാമെന്ന് പറഞ്ഞ് ഒരു പ്രോമിസറി നോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഡിമാൻഡ് പ്രോമിസറി നോട്ടാണ്. അതായത് ഞാൻ പറഞ്ഞു രാഹുലെ നീ ആവശ്യപ്പെടുന്ന സമയത്ത് ഞാൻ നിനക്ക് പൈസ തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ അതൊരു ഡിമാൻഡ് പ്രോമിസറി നോട്ടാണ്. നീ ആവശ്യപ്പെടുന്ന സമയത്ത് ഞാൻ നിനക്ക് പൈസ തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ അത് ഡിമാൻഡാണ്. കാരണം അവൻ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കും. അതൊരു രീതി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോമിസറി നോട്ടാണ്. മറ്റൊരു പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ടൈമാണ്. നമ്മളൊരു ടൈം പറയും, നിശ്ചിത സമയം, ഒരു 3 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 2 മാസത്തിന് ശേഷം അല്ലെ 1 മാസത്തിന് ശേഷം ഒരു നിശ്ചിത സമയം പറയുകയാണെങ്കിൽ അത് ടൈമിൽ വരുന്നതാണ്. അല്ലാതെ അവൻ എപ്പോഴാണോ അവൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അത് ഡിമാൻഡ് PN അല്ലെ ഡിമാൻഡ് പ്രോമിസറി നോട്ടാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ എന്ത് വായിക്കട്ടെ, ഇപ്പൊ ഡിമാൻഡ് പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ടൈം വെച്ചുള്ള യൂസൻസ് ബിൽ എന്നാണ് പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, അവിടെ നമ്മൾ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് അതിൻ്റെ അത് വളരെ എന്താണ് ഡിഫൈൻഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്, പ്രോപ്പർ ആയിട്ട് പറഞ്ഞത് ഇത്ര രൂപ. അതാ പറയുക ഇറ്റ് ഈസ് എ പ്രോമിസ് ടു പേ ദ മണി ഓൺ എ പർട്ടിക്കുലർ ടൈം ഓർ വെൻ ഡിമാൻഡ്. അതായത് പ്രത്യേക ദിവസമോ അല്ലെങ്കിൽ അവൻ ആവശ്യപ്പെടുമ്പോഴോ കൊടുക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ പൈസ തരാമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുക, പ്രോമിസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നുണ്ട് ദ മെൻഷൻഡ് എമൗണ്ട് cannot be added or subtract. നമ്മൾ പറഞ്ഞ തുക അതിൽ വ്യത്യാസം വരുത്താൻ പറ്റത്തില്ല. ഓക്കെ, അത് കൂട്ടാനോ കുറയ്ക്കാനൊന്നും പറ്റില്ല. നമ്മൾ എത്രയാണോ എമൗണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ആ പേ ഡിഫൈൻഡ് എമൗണ്ട്, ആ പറഞ്ഞ തുക കൊടുക്കണം. അത് കൂട്ടാനോ കുറയ്ക്കാനോ അത് കുറച്ച് കൊടുക്കാനോ അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോപ്പർ എത്രയാണോ അതിൽ പറഞ്ഞിട്ടുള്ള ഡിഫൈൻഡ് എമൗണ്ട് തന്നെ നമ്മൾ കൊടുക്കണം. മൂന്നാമത് പറയുന്നുണ്ട് ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ഡോക്യുമെന്റ്. ദ ഡോക്യുമെന്റ് ഈസ് ഡ്യൂലി സൈൻഡ് ആൻഡ് ഡ്രോൺ ബൈ ദ ഡ്രോവർ. അതായത് ആരാണോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡ്രോവർ അല്ലേ, ഡെപ്റ്റർ അല്ലേ, പ്രോമിസർ അല്ലേ, മേക്കർ അല്ലേ, അവൻ അതിൻ്റെ അകത്ത് സൈൻ ചെയ്യണം. അതായത് ഞാൻ ഇങ്ങനെയാണ്, എടാ ഞാൻ നിനക്ക് പൈസ തരാം കേട്ടോ, ഇന്ന സമയം കഴിയുമ്പോൾ നിനക്ക് പൈസ തന്നുകൊള്ളാം എന്ന് പറയാൻ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പറഞ്ഞിട്ട് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ്. നമ്മൾ സ്റ്റാമ്പ് ഒട്ടിക്കണം, സ്റ്റാമ്പ്ഡ് ആയിരിക്കണം. ഓക്കെ, ചുമ്മാ വെള്ളത്തോടെ പറ്റത്തില്ല, അത് സ്റ്റാമ്പ് ചെയ്ത് വേണം കൊടുക്കും. ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അത് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരമാണ് സ്റ്റാമ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ്, സ്റ്റാമ്പ് ചെയ്തിരിക്കണം. അപ്പൊ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഒപ്പിട്ടിരിക്കണം, പിന്നെ സ്റ്റാമ്പ്ഡ് ആയിരിക്കും. ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ്. അടുത്ത പറഞ്ഞു ലയബിലിറ്റി ഓഫ് ദ മേക്കർ ഓഫ് ദ പ്രോമിസറി നോട്ട് ഈസ് പ്രൈമറി ആൻഡ് അബ്സല്യൂട്ട്. അതായത് ഇവിടുത്തെ ഉത്തരവാദിത്വം, അതിന്മേൽ പണം കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? ഇതിന്റെ മേക്കർക്കാണ്, അല്ലെങ്കിൽ ഡെപ്റ്റർക്കാണ്, അല്ലെങ്കിൽ ഡ്രോവർക്കാണ്, അല്ലെങ്കിൽ പ്രോമിസർക്കാണ്. അതാണ് പറയുന്നത് ലയബിലിറ്റി ഓഫ് ദ മേക്കർ ഓഫ് ദ പ്രോമിസറി നോട്ട് ഈസ് പ്രൈമറി ആൻഡ് അബ്സല്യൂട്ട്. അതായത് പൂർണ്ണമായിട്ടും പ്രാഥമികമായിട്ടും പൂർണ്ണമായിട്ടും അതിന്മേൽ പണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിന്റെ മേക്കറിനാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതിന്റെ മേക്കറിന് ലയബിലിറ്റി ഓഫ് ദ മേക്കർ ഓഫ് ദ പ്രോമിസറി നോട്ട് ഈസ് പ്രൈമറി ആൻഡ് അബ്സല്യൂട്ട്. അതിന്മേൽ പൈസ കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം അത് ക്രിയേറ്റ് ചെയ്യുന്ന മേക്കറിന്റെ അല്ലെങ്കിൽ ഡ്രോവറിന്റെ ആയിരിക്കും. പിന്നെ പറയുന്നത് അക്സെപ്റ്റൻസ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിൽ അക്സെപ്റ്റൻസ് നിർബന്ധമില്ല, ഒക്കെ ആവശ്യമില്ല, അക്സെപ്റ്റൻസ് ആവശ്യമല്ല. അപ്പൊ ഈ അക്സെപ്റ്റൻസ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് കഴിഞ്ഞ് കൂടുതൽ വിശദമാക്കുക. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് ബാങ്കിങ്ങിന്റെ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും അക്സെപ്റ്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കി തരാം. അപ്പൊ ഞാൻ ഓൾറെഡി കമ്പയർ ചെയ്യും. ഓക്കെ, ബില്ലും കൂടെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഞാനിത് കമ്പയർ ചെയ്യും. എന്താണ് പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്ന് കമ്പാരിസൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സമയത്ത് അത് പഠിക്കാം. അപ്പോൾ ഓർത്ത് വെച്ച് അക്സെപ്റ്റൻസ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് പ്രോമിസറി നോട്ട്. ഈ പ്രോമിസറി നോട്ടിന്റെ കാര്യത്തിൽ അക്സെപ്റ്റൻസ് ആവശ്യമില്ല. പിന്നെ എപ്പോഴും ഓർക്കുക, നമ്മൾ എപ്പോഴും പഠിച്ച് ഡ്രോവർ ഉണ്ടെങ്കിൽ ഡ്രോയി ഉണ്ട് അല്ലെ, ശരിയല്ലേ? ഡ്രോവർ ഉണ്ടെങ്കിൽ ഡ്രോയി ഉണ്ടെന്നാണ് എപ്പോഴും പഠിച്ചേക്കുന്നത്. ഡെപ്റ്റർ ഉണ്ടെങ്കിൽ ക്രെഡിറ്റർ ഉണ്ട്, ഡ്രോവർ ഉണ്ടെങ്കിൽ ഡ്രോയി ഉണ്ട്. പക്ഷെ ഓർത്ത് വെച്ചേക്കുക പ്രോമിസറി നോട്ടിൽ ഡ്രോയി എന്നുള്ള ഒരു ആളില്ല. ഓക്കെ, ഇപ്പൊ പല കുട്ടികളും ചോദിക്കും സാറേ അതെന്നെ പരിപാടി ഞങ്ങളെ പഠിപ്പിച്ചെടുത്ത് എന്താണ് ഡെപ്റ്റർ ഡ്രോവറും ക്രെഡിറ്റർ ഡ്രോയി എന്ന് സാർ എന്നാണ് ഒത്തിരി പേര് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് സാറേ. അപ്പം ഞാൻ ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആദ്യം കുട്ടികൾ ചോദിക്കുന്നതാണ് സാറേ ഡ്രോവർ ഉണ്ടെങ്കിൽ ഡ്രോയി ഇല്ലേ? പുറത്ത് വെച്ചേക്കൊണ്ട് ഡ്രോയി ഇല്ല. കാരണം ഡ്രോയി എന്ന് പറഞ്ഞാൽ പൈസ പണം കൊടുക്കുന്ന പേയ്മെന്റ് നടത്തുന്ന ആളെയാണ് ഡ്രോയി എന്ന് പറയുന്നത്. എന്താണ് പേയ്മെന്റ് നടത്തുന്നയാള്, പണം കൊടുക്കുന്നയാള്, അല്ലെങ്കിൽ എന്താണ് ആ പേയ്മെന്റ് നടത്തുന്ന വ്യക്തിയെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയുക, നൽകുന്ന ആളാണ് ആ ഡ്രോയി എന്ന് പറയുക. ഇവിടെ പേയ്മെന്റ് നടത്തുന്ന ആരാ? ഇതിന്റെ ക്രിയേറ്റർ ഡ്രോവർ തന്നെയാണ് പേയ്മെന്റ് നടത്തുന്നത്. ഡ്രോവറും ഡ്രോയി ഒരാളാവില്ല, അതോ ഇല്ല. അപ്പൊ ഇവിടെ പ്രൊമിസറി നോട്ടിൽ ഡ്രോയി ഇല്ല. ക്ലിയർ ആയോ? പ്രൊമിസറി നോട്ടിൽ ഡ്രോയി എന്ന് പറയുന്ന ആളില്ല എന്നോർത്ത് വെച്ചേക്കുക.
പറയുന്നുണ്ട് മേക്കർ cannot be the payee ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഇതിന്റെ മേക്കർ ഒരിക്കലും ഇതിന്റെ പേയി ആവില്ല. ശരിയല്ല, ഞാനല്ലേ മേക്ക് ചെയ്യുന്നത്. ഡെപ്റ്ററായ ഞാൻ മേക്ക് ചെയ്യുന്നു, അപ്പൊ ഞാൻ ഇതിന്റെ പേയി ആകത്തില്ല. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. കാരണം ബില്ലുമായിട്ട് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നും കൂടെ പോയിന്റുകൾ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ദ മേക്കർ cannot be the payee ഓഫ് എ പ്രൊമിസറി നോട്ട്. ഒരിക്കലും പ്രൊമിസറി നോട്ടിൽ എന്താണ് മേക്കർ പേയി ആവത്തില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നത് നോട്ടിങ് ഈസ് നോട്ട് നെസസറി ഇൻ ദ കേസ് ഓഫ് പ്രൊമിസറി നോട്ട്. പ്രൊമിസറി നോട്ടിന്റെ കാര്യത്തിൽ എന്താണ് ആ നോട്ടിങ് ഒരു എന്താ പറയുക നെസസറി അല്ല. അപ്പോൾ നോട്ടിങ് ആൻഡ് പ്രൊട്ടസ്റ്റ് പഠിക്കാനുണ്ട് അല്ലേ? സെക്ഷൻ 99 100 പഠിക്കുന്നതാണ്. നോട്ടിങ് 100 പഠിക്കും, പ്രൊട്ടസ്റ്റ്. ഓക്കെ, അതൊക്കെ പ്രോപ്പറായിട്ട് ബില്ലിന്റെ ക്ലാസ്സിലാണ് ഇതൊക്കെ വിശദമായിട്ട് വരിക. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലാണ് ഇതൊക്കെ വിശദമായിട്ട് വരിക. അപ്പോൾ ഞാൻ അവിടെ അത് പഠിപ്പിച്ചു തന്നോളാം. ഓർത്ത് വെക്കുക, നോട്ടിങ് ഈസ് നോട്ട് നെസസറി ഇൻ ദ കേസ് ഓഫ് പ്രൊമിസറി നോട്ട്. പിന്നെ പറയുന്നുണ്ട് ദ ലയബിലിറ്റി ഓഫ് ദി മേക്കേഴ്സ് ഓഫ് ദ പ്രൊമിസറി നോട്ട് ഈസ് ജോയിന്റ് ആൻഡ് സെവറൽ. അതായത് ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചാണ്. ഇപ്പൊ ഞാനും വിഷ്ണു എന്ന് പറയുന്ന ഞാനും എന്റെ സുഹൃത്തായിട്ടുള്ള വൈശാഖും കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു പ്രൊമിസറി നോട്ട് എഴുതുന്നത്. ഒരു പ്രൊമിസറി നോട്ട് എഴുതി രാഹുലിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞ ലയബിലിറ്റി ഓഫ് ദ മേക്കേഴ്സ് ഓഫ് ദ പ്രൊമിസറി നോട്ട് ഈസ് ജോയിന്റ് ആൻഡ് സെവറൽ. അപ്പൊ ഞാനും എന്റെ സുഹൃത്ത് വൈശാഖും കൂടെ ഒരുമിച്ച് ഒരു പ്രൊമിസറി നോട്ട് എഴുതി രാഹുലിന് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ തുല്യ ഉത്തരവാദിത്തമായിരിക്കും. അതാണ് ജോയിന്റ് ആൻഡ് സെവറൽ. ഇപ്പൊ രണ്ട് മേക്കേഴ്സ് ഉണ്ട്, രണ്ടുപേര് ജോയിന്റ് ആയിട്ടാണ് വേറൊരാൾക്ക് ഒരു പ്രൊമിസറി നോട്ട് എഴുതി കൊടുക്കുന്നതെങ്കിൽ ആ എഴുതി കൊടുക്കുന്നവർക്ക് ഈ രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള ബാധ്യതയായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഒരാളാണ് പ്രൊമിസറി നോട്ട് എഴുതി കൊടുക്കുന്നതെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ആ എഴുതി കൊടുക്കുന്നവനാണ്. ഇപ്പൊ രണ്ടുപേരാണ് എഴുതി കൊടുക്കുന്നതെങ്കിൽ ഉത്തരവാദിത്വം രണ്ടുപേർക്ക് ഈക്വലാണ്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? പിന്നെ കറൻസി നോട്ട് ഒരു പ്രൊമിസറി നോട്ടാണ് ഇപ്പോഴും ചോദിക്കും. കറൻസി നോട്ട് ഒരു പ്രൊമിസറി നോട്ട് അല്ല എന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, കറൻസി നോട്ട് ഒരു പ്രൊമിസറി നോട്ട് അല്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ നമുക്ക് പ്രൊമിസറി നോട്ട് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറയാൻ മറന്നു. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പേയ്മെന്റ് നടത്താം കേട്ടോ. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേയ്മെന്റ് നടത്താമെന്ന് ഓർത്ത് വെച്ചേക്കുക. അതൊന്ന് ഓർക്കുക. ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൊമിസറി നോട്ടിൽ 2 പാർട്ടീസ് ആണുള്ളത് അല്ലേ? പ്രൊമിസറി നോട്ടിൽ 2 പാർട്ടീസ് ആണുള്ളത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. മേക്കർ, ഡെപ്റ്റർ, പ്രൊമിസർ ഓർ ഡ്രോവർ, അല്ലെങ്കിൽ ക്രെഡിറ്റർ, പ്രൊമിസി, പേയി. അങ്ങനെ 2 പാർട്ടീസ് ആണ് ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേയ്മെന്റ് നടത്താം. ഓക്കെ, ഇനി പ്രൊമിസറി നോട്ടിൽ പ്രിപ്പയർ, അതായത് ഒരാളെ ഉള്ളെങ്കിൽ മേക്കറാണ്, അത് മേക്ക് ചെയ്യുന്ന ആൾക്കാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം. ഇനി 2 പേര് ഒരുമിച്ച് ചേർന്നാണ് മേക്ക് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 2 പേർക്കും തുല്യ ഉത്തരവാദിത്തമാണ്. ജോയിന്റ് ആൻഡ് സെവറൽ എന്ന് ഓർത്ത് വെച്ചേക്കുക. 2 പേര് ഇപ്പൊ ഒരു ജോയിന്റ് ആയിട്ട് അല്ലെ 3 പേര് ചേർന്ന് പ്രൊമിസറി നോട്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ 3 പേർക്കും തുല്യ ഉത്തരവാദിത്തമായിരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് മക്കളെ പ്രൊമിസറി നോട്ടിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അത് വരും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളിത് പഠിച്ചു പോവുക. ഇതിൽ കൂടുതലും ചോദ്യങ്ങൾ പ്രൊമിസറി നോട്ടിൽ നിന്ന് വരില്ല, പക്ഷെ ബില്ലിൽ വരുമ്പോൾ ഒത്തിരി പഠിക്കാറുണ്ട്. ബില്ല്, ടൈപ്പ് ഓഫ് ബില്ല് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഡിസോണർ, ഹോണർ, എപ്പോഴാണ് ഹോണർ എന്ന് പറയുന്നത് എന്താണ്, ഡിസോണർ എന്താണ്, റിന്യൂവൽ എന്താണ്, റിട്ടയറിങ് എന്താണ്. ഓക്കെ, പിന്നെ ഡിസോണർ ചെയ്യുമ്പോൾ നോട്ടിങ് ആൻഡ് പ്രൊട്ടസ്റ്റ് അതൊക്കെ പഠിക്കാനുണ്ട്. അതിന്റെ ജേണൽ എൻട്രീസ് ഒക്കെ പഠിക്കാനുണ്ട്. സോ ഈ ക്ലാസ് കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുക. ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക കേട്ടോ, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും വീഡിയോസ് തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് പുതിയ ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.